ഒരു രാജ്യത്തിൻ്റെ ഒരു ലോകോത്തര ഫുട്ബോൾ താരത്തിനെതിരെ ഇത്രയും ഭയങ്കരമായ രീതിയിലുള്ള അധിക്ഷേപം നടത്താൻ എങ്ങനെയാണ് കഴിയുന്നത്? അതായത് നമ്മുടെ സൂപ്പർ താരം നെയ്മർ ജൂനിയറിനെതിരെ ബ്രസീലിയൻ ക്ലബ്ബ് പാൽമറാസിൻ്റെ പ്രസിഡൻറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അവരുടെ പേരെന്താ ലെയിലെ എന്തോ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പല ഫുട്ബോൾ ഫാൻസിനും, പ്രത്യേകിച്ച് നെയ്മർ ഫാൻസ്, ബ്രസീൽ ഫാൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊന്നും തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംസാരം. നെയ്മറിനെ പാൽമറാസിലെത്തിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിനാണ് അവർ ഈ ഒരു മറുപടി, ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതീക്ഷിക്കാത്തൊരു മറുപടി ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മറെ പാൽമറാസിലെത്തിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഒരു ക്ലബ്ബാണ് എന്നുള്ളതാണ്. നെയ്മറിനെ ഇട്ട് ഒന്ന് താങ്ങിയതാണ് എന്ന് ചുരുക്കത്തിൽ. ഞങ്ങളൊരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഒരു ക്ലബ്ബാണ്. ഫിറ്റല്ലാത്തൊരു താരത്തെ ഞങ്ങൾക്ക് എത്തിക്കേണ്ട ആവശ്യം ഇല്ല എന്ന്. ഒരു നോർമലായിട്ട് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അവരോട് ആദ്യം മാധ്യമങ്ങളോ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ നോർമലായിട്ടൊരു മറുപടി കൊടുത്താൽ മതി. നെയ്മർ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് താരത്തെ എത്തിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങാണ്ട് ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ മൊത്തത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതേ ലേഡിയോട് തന്നെ കുറച്ച് മുന്നേ നെയ്മറുമായി ബന്ധപ്പെട്ട്, നെയ്മറിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ, അന്ന് നെയ്മറിന് പരിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ചോദിച്ചപ്പോൾ നെയ്മറിനെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ വൻ തുക ആവശ്യമാണ്, ആ ഒരു പൈസ നിങ്ങൾ തരുമോ എന്നാണ് തിരിച്ചവർ ചോദിച്ചത്. അന്ന് ഈ ഒരു പ്രശ്നങ്ങൾ, നെയ്മറിൻ്റെ പരിക്കേണ്ട പ്രശ്നങ്ങളൊന്നും അവരെടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഏതായാലും നെയ്മർ എപ്പോഴും പരിക്കിൻ്റെ പിടിയിലാണ്, അതുകൊണ്ട് അവരെത്തിച്ചാലും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഞങ്ങൾ എപ്പോഴും എപ്പോൾ വിളിച്ചാലും കളിക്കാൻ സന്നദ്ധനായിട്ടുള്ളൊരു താരത്തെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നാണ് ലൈല, പാൽമറാസിൻ്റെ പ്രസിഡൻറ്റ്, പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അൽ ഹിലാലിൽ ജനുവരിയോട് കൂടി അദ്ദേഹത്തിൻ്റെ അഗ്രിമെൻറ്റ് റദ്ദാക്കുമെന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അത് തുടർന്നേക്കാം, അദ്ദേഹത്തിന് കരാർ പൂർത്തിയാക്കിയേക്കാം. അതായത് അടുത്ത വർഷം പകുതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കരാർ അൽ ഹിലാലിൽ തീരും, അത് കംപ്ലീറ്റ് ആക്കിയേക്കാം എന്നുള്ള ചർച്ചകളുമുണ്ട്. ഏതായാലും പരിക്കിൻ്റെ പിടിയിലായിട്ട് അദ്ദേഹം കളത്തിന് പുറത്ത് തന്നെയാണ്. ഒരു വർഷം പുറത്താണ്. അത് കഴിഞ്ഞ ശേഷം 2 മത്സരങ്ങൾ കളിച്ച് ആ മത്സരം കംപ്ലീറ്റ് ആകാതെ വീണ്ടും കളം വിട്ടു. ഏതായാലും മൊത്തത്തിലൊരു മോശം സിറ്റുവേഷൻ കൂടിയാണ് വർഷങ്ങളോളായിട്ട് നെയ്മർ കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയിൽ സ്വന്തം രാജ്യത്തിൻ്റെ പ്രമുഖ ക്ലബിൻ്റെ നേതാക്കൾ തന്നെ ഇതുപോലുള്ള സംസാരിക്കുമ്പോൾ ഒന്നുകൂടി നെയ്മറിനെ പോലുള്ള താരങ്ങളെ മാനസികമായിട്ട് തളർത്തിയേക്കാം എന്നേ പറയാനുള്ളൂ. കാരണം നെയ്മർ അല്ലെങ്കിലും ആ ഒരു ക്ലബിലേക്ക് പോകാൻ ചാൻസ് 99% കമ്മിയാണ്. ബ്രസീലിലേക്ക് ചേക്കേറുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബായ സാൻഡോസിലേക്കായിരിക്കാം ഒരു 99% ചാൻസ്. കാരണം അദ്ദേഹം കളി പഠിച്ച് വന്നത് അവിടുന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓരോരോ നീക്കങ്ങളും വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ ലോകം അറിയപ്പെട്ട് തുടങ്ങിയത് ആ ഒരു ക്ലബിൽ നിന്നാണ്. ആ ഒരു ക്ലബിലേക്ക് തന്നെയായിരിക്കാം തിരിച്ചു പോക്കും. ഏതായാലും ഒരു ഭയങ്കരമായ രീതിയിൽ ചർച്ചകൾക്കിടയാക്കിയ, അല്ലെങ്കിൽ ഭയങ്കര മോശം രീതിയിലുള്ളൊരു റീപ്ലേ ആയത് പാൽമറാസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്.